ചെല്ലുമ്പോൾ അവിടുത്തെ ക്രിസ്തീയ സമൂഹവും മറ്റ് ഇസ്ലാം സമൂഹങ്ങളൊക്കെ കാട്ടുന്ന തുറവി കൊണ്ടാണ് അവിടെയൊക്കെ മതങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ലോകത്തെ തന്നെ നാം കാത്തു സൂക്ഷിക്കേണ്ട ഒരു വലിയ നിധിയായി കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. ഇതൊരു വാചകമടിക്കാനോ മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ പൊട്ടയായ സമ്മേളനങ്ങൾ നടത്തിയോ കാട്ടേണ്ട ഒന്നല്ല മതസൗഹാർദ്ദം. ഒരാൾ പറയുകയായിരുന്നു, ഒരു മതസൗഹാർദ്ദ വേദിയിൽ ചെന്നു 25 പേര് സ്റ്റേജിൽ, മുഖ്യമന്ത്രിയും മറ്റ് MP-യും MLA-യും 25 പേര് വേദിയിലുണ്ട്. മതസൗഹാർദ്ദ സമ്മേളനം കേൾക്കുവാൻ 10,000 കസേരയുണ്ട്, 2 പേരേ ഉള്ളൂ കേൾക്കാൻ. അപ്പൊ ആ 2 പേര് പറഞ്ഞു, എന്റെ സാറേ ഞങ്ങളുടെ കയറി സ്റ്റേജിൽ കയറി ഇരുന്നോട്ടെന്ന് ചോദിച്ചു. പല പൊട്ടയായ മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ ഇന്ന് നമുക്ക് വേണ്ട. മതസൗഹാർദ്ദം ജീവിക്കുവാൻ സാധിക്കുമോ? അതാണ് നമ്മോട് ചോദിക്കുന്ന ഒരു വലിയ വെല്ലുവിളി. തോട്ടയ്ക്കാട് അമ്പലക്കവല ഈ കവലയിൽ ഉത്തരം കൊടുക്കുകയാണ്. എന്താണ് മതസൗഹാർദ്ദം? ഇതുപോലെ തന്നെ ഹൈന്ദവ സഹോദരന്മാരുടെ എഴുന്നള്ളിത്തപ്പൊക്കെ നടക്കുമ്പോൾ, പ്രദക്ഷിണമൊക്കെ നടക്കുമ്പോൾ ക്രിസ്ത്യാനികളും ആദരവോടുകൂടി വേണം ആ മതത്തിന്റെയും കാണണം. അവര് മാത്രം കാട്ടുന്ന ഒരു കാര്യമായി ഇത് നിന്നാൽ തീർച്ചയായും അതിലൊക്കെ ചോദ്യചിഹ്നങ്ങൾ ഉയരുമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തൃക്കൊടിത്താനം പള്ളി വലിയ മാതൃക കാട്ടി അമ്പലത്തിൽ നിന്നും ഇതുപോലെ അമ്പലത്തിൽ നിന്ന് വന്ന പ്രദക്ഷിണത്തെ കാര്യമായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ചില തീവ്രവാദികളായ ക്രിസ്ത്യാനികൾ അതിനെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു, എന്തുകൊണ്ട് അവർക്ക് സ്വീകരിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അതുകൊണ്ട് ഇതൊരു വാചകമടിയായി, ഇത് വെറും ഒരു കോപ്രായമായി നിൽക്കാതെ പരസ്പരമുള്ള സൗഹാർദ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും ആകണമെന്നുള്ളതാണ് അമ്പലക്കവലയിലുള്ള എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടവക, ഈ ഇടവക ജനത്തോട് എനിക്ക് പറയുവാനുള്ളത് അത് തന്നെയാണ് ആദ്യമായി പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ വരുന്നത് റാന്നിയിൽ നിന്നുമാണ്. റാന്നിയിൽ മനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സ് മാത്രം, അവൻ വൃക്കരോഗിയായിരിക്കുന്നു. ആ മനുവിനെ രക്ഷിക്കുവാൻ പഴവങ്ങാടി പഞ്ചായത്ത് കൈകോർക്കുകയാണ്. 20 ലക്ഷം രൂപ വേണം. ഇന്നലെ 8 വാർഡുകളിൽ പ്രസംഗിച്ചു. എന്റെ കൂടെ ടോണി പുളിക്കനുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ 9 വാർഡുകളിൽ പ്രസംഗിച്ചു. അവിടെ 6:30 ആയപ്പോൾ കഴിഞ്ഞത് മരണപ്രാളം എടുത്ത ഓടി ഇവിടെ വന്നത്. ഇത് മതസൗഹാർദ്ദം കഴിഞ്ഞ 1-2 വർഷമായി എന്താണെന്ന് എന്റെ ജീവിതത്തിലൂടെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ച ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതായത് ഇവിടെ വികാരിയച്ഛൻ പറഞ്ഞു, എന്റെ അനുഭവം തന്നെയാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്. അതായത് ഇതിനോടകം 31 പഞ്ചായത്തുകളിലായി 49 വൃക്ക കരൾ രോഗികളെ രക്ഷിക്കുവാൻ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ദൈവം തന്നത്, ജാതിയും മതവും രാഷ്ട്രീയം നോക്കാതെ ജനം തന്നത് 6,07,00,000 രൂപയാണ്. 2 വർഷം കൊണ്ട് 6,07,00,000 രൂപ. ഈ 6,07,00,000 രൂപ പിരിച്ചു കൊടുക്കുമ്പോഴും 1 പൈസ പോലും യാത്ര ചെലവ് പോലും വാങ്ങാതെ എന്റെ കൂടെയുള്ള പ്രത്യാശ ടീം അംഗങ്ങൾ ഇവിടെയുണ്ട്. തോട്ടയ്ക്കാട് റെജിയൊക്കെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കൂടെയുള്ള ഈ പ്രത്യാശ ടീം അംഗങ്ങൾ 200 പേരുണ്ട്. അതിലെല്ലാ മതസ്ഥരുമുണ്ട്. ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ? ഞങ്ങൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തം കയ്യിൽ നിന്ന് പെട്രോൾ അടിച്ച്, പൈസ എടുത്ത് പെട്രോൾ അടിച്ച് 31 പഞ്ചായത്തുകളിൽ യാത്ര ചെയ്യുന്ന 200 പേരോളം എന്റെ കൂടെയുണ്ട്. ഒരു പ്രസ്ഥാനമല്ല, ഒരു കൂട്ടായ്മയാണ്. അതിന്റെ അകത്ത് എല്ലാ മതസ്ഥരും എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. ഞങ്ങൾക്കെല്ലാം ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, പണമില്ലാത്തതിന്റെ പേരിൽ പാവപ്പെട്ട രോഗികൾ മരിക്കരുത്. ഇത് മാത്രമാണ് ഞങ്ങളുടെ ചിന്ത. അതുകൊണ്ട് രോഗി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ മതം ഏതാടാ, നിന്റെ രാഷ്ട്രീയം ഏതാടാ, നിന്റെ സമുദായം ഏതാടാ? അതാണ് കൊലയാളികൾ എന്ന് പറയുന്നവന്റെ ലക്ഷണം. അതാണ് എന്ന് പറഞ്ഞാൽ നിശബ്ദ കൊലയാളികൾ. മതം നോക്കി, രാഷ്ട്രീയം നോക്കി, സമുദായം നോക്കി നമ്മൾ രോഗികളെ സഹായിക്കുകയാണെങ്കിൽ അതാണ് വർഗീയത എന്ന് പറയുന്നതും, അതാണ് ഇവിടെ വിദ്വേഷം പുലർത്തുന്നതും. അതൊക്കെ തന്നെയാണെന്നാണ് എന്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ രക്ഷിച്ച 49 പേരിൽ 37 പേരും ഹൈന്ദവ സഹോദരന്മാരാണ്. എന്ന് പറഞ്ഞാൽ പിരിച്ചെടുത്ത 6,07,00,000 രൂപയിൽ 5 കോടി രൂപയും ഈ ഹൈന്ദവ സഹോദരന്മാരെ രക്ഷിക്കുവാനാണ് മാറ്റിവെച്ചപ്പെട്ടത്.
ബാക്കി വരുന്ന 1,07,00,000 രൂപയിൽ 7 ക്രിസ്ത്യാനികൾ, 5 മുസ്ലിങ്ങൾ. ഇതിൽ കൂടുതലായി എനിക്ക് തോന്നുന്നില്ല ഒരു സമുദായം അല്ലെങ്കിൽ ഒരു പുരോഹിതൻ മറ്റൊരു മതത്തോട് കാട്ടേണ്ട ആദരവ് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അനുഭവത്തിലേക്ക് എന്നെ കടത്തിവിട്ട കാര്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഇതൊരു അനുഭവം പങ്കുവെക്കലാണ്. മതസൗഹാർദ്ദം എന്ന ആശയം പറയുവാൻ വേണ്ടി വന്ന ഒരു പുരോഹിതനല്ല ഞാൻ. അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ ഓർക്കണം, മുസ്ലിം സഹോദരന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഇനിയുള്ള കാലത്ത് രോഗങ്ങൾ മൂലം നമ്മുടെ കുടുംബങ്ങൾ ഇല്ലാതാകാൻ പോവുകയാണ്. രോഗങ്ങൾ മൂലം ഇല്ലാതാകാൻ പോവുകയാണ്. അവിടെ നമ്മൾ ജാതി നോക്കരുത്, മതം നോക്കരുത്. നാം ഒറ്റക്കെട്ടായി മനുഷ്യരായി നിന്നുകൊണ്ട്, അതായത് ഇപ്പോൾ ക്യാൻസർ തന്നെ നമ്മൾ എടുത്താൽ 1,00,000-ൽ പരം ആളുകൾ ഓരോ വർഷവും കേരളത്തിൽ ക്യാൻസർ രോഗികളാകുകയാണ്. RCCയിൽ മാത്രം കഴിഞ്ഞ വർഷം 15,500 പേര് ക്യാൻസർ രോഗികളായി ചികിത്സയ്ക്ക് വന്നത്. RCCയിൽ മാത്രം തിരുവനന്തപുരത്ത് 14 വയസ്സിന് താഴെ നിരപരാധികളായ കുട്ടികൾ 600-നും 650-നും പേര് കുട്ടികളാണ് RCCയിൽ കഴിഞ്ഞ വർഷം ഈ ക്യാൻസർ രോഗത്തിനായി എത്തിയത്, ചികിത്സയ്ക്കായി എത്തിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ക്യാൻസർ വന്നാൽ മതി നമ്മുടെ കുടുംബം തീരും. അവിടെ എന്താ മതം നോക്കേണ്ടത്? എന്ത് ജാതി അവിടെ ചോദിക്കേണ്ടത്? വൃക്കരോഗം വന്നാൽ 10 ലക്ഷം രൂപ വേണം, കരൾ പോയാൽ 25 ലക്ഷം രൂപ വേണം. ഇവിടെ സമുദായമൊക്കെ നോക്കാൻ പോയാൽ ഇനിയുള്ള കാലത്ത് കൂടുതൽ മതസൗഹാർദ്ദവും സ്നേഹവും ഒക്കെ കൂടുതലായി ഉറപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇല്ലാതാകുന്ന ഒരു വലിയ പ്രശ്നത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഞാൻ 2012 ഡിസംബർ മാസം 9-ാം തീയതി ഞാൻ എന്റെ മുറിയിൽ കുർബാനയും കഴിഞ്ഞ് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെയായി മാറി എന്നൊന്ന് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ മീഡിയ വില്ലേജിന്റെ ഉത്തരവാദിത്വം, ആ കോളേജിന്റെ ഉത്തരവാദിത്വമായിരുന്നു എനിക്ക്. അതോടൊപ്പം തന്നെ 90.8 റേഡിയോ മീഡിയ വില്ലേജിന്റെയും. ഇത് രണ്ടും മതി എനിക്ക് എന്റെ ജീവിതം തിരക്കുള്ളതാകാൻ. അപ്പോൾ ഈ ആരോപണം ബെല്ലടിച്ചു ഡിസംബർ 9-ാം തീയതി രാവിലെ. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പത്രം വായിക്കാനും. രണ്ടാമത് ബെല്ലടിച്ചു. മനസ്സോടെയാണ് ഞാൻ ഈ കഥക് തുറന്നത്. എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ഒരു പ്രായമായ അപ്പച്ചൻ കരയുകയാണ്. 26 വർഷമായി അച്ഛനായി. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. എന്ത് ചെയ്യും? അദ്ദേഹം നിലവിളിച്ച് കരയുകയാണ്. അച്ഛാ, കുട്ടനാട്ടിലെ മാമ്പഴക്കരിയെന്ന ഞാൻ വരുന്നത്. എന്റെ മകൻ ബിജു കരൾ രോഗിയായി, 25 ലക്ഷം രൂപ വേണം. ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങളെ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പിതാവിനെ ഞാൻ ഉയർത്തി. നെറ്റിയിൽ കുറിയുണ്ട്. ഒരു ഹൈന്ദവ സഹോദരനാണെന്ന് എനിക്ക് പിടികിട്ടി. ഒരു ക്രിസ്ത്യാനി ആയിരുന്നുവെങ്കിൽ ഞാൻ ഒരു 1000-ഓ 5000-ഓ രൂപ കൊടുത്ത് വിട്ടേരെ. കാരണം ഈ അച്ഛനെ പോലെ ഒരു അച്ഛനുണ്ടാകും ആ പള്ളിയിൽ, നമ്മുടെ വികാരി അച്ഛനെ പോലെ. ബാക്കി കാര്യമൊക്കെ അവർ ചെയ്തുകൊള്ളും. ഒരു ഹൈന്ദവ സഹോദരൻ 25 ലക്ഷം ചോദിച്ചു നിൽക്കുമ്പോൾ 1000 രൂപ കൊടുത്താൽ കളിയാക്കുന്നത് തുല്യമാണെന്ന് കണ്ടതുകൊണ്ട് ഞാൻ എന്റെ അടുത്ത കസേരയിലിരുത്തി നിലവിളിച്ച് കരയുകയാണ് ആ പിതാവ്. തങ്കപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ പറഞ്ഞു, കരയാതെ, ഈശ്വരൻ വഴികൾ തുറക്കും, നമുക്ക് കണ്ടെത്താം, എവിടെങ്കിലുമൊക്കെ വഴികൾ തുറക്കും. പെട്ടെന്ന് ഞാൻ ആ പിതാവിനോട് പറഞ്ഞു, വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അതൊരു ബൈബിൾ വചനമല്ലെങ്കിലും ആധുനിക ലോകത്തിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന ഒരു വചനമായി ഞാൻ അതിനെ കാണുക.